നമുക്കൊരു ആമാടപ്പെട്ടി ഉണ്ടാക്കിയാലോ? ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് ഹേർട്ട് എന്താണെങ്കിലും കമൻറ്റ് ചെയ്ത് പറയാട്ടോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ സെല്ലോ ടേപ്പൊക്കെ തീർന്നു പോയതിന് ശേഷം നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ റൗണ്ട് പീസ് കിട്ടത്തില്ലേ, അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ബേസ് സെറ്റാക്കി കൊടുക്കണം. നല്ല കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പറോ കാർഡ്ബോർഡോ എന്താണെന്ന് വെച്ചിട്ട് അതിനൊരു ബേസ് ഒന്ന് സെറ്റാക്കി എടുക്കുക റൗണ്ട് ഷേപ്പിൽ. ഇനി നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് ബോക്സിന് ഷേപ്പ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാർഡ്ബോർഡ് ഈ നടുവിൽ ഇങ്ങനെ ചുറ്റിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എൻ്റെ അടുത്തുള്ള പേപ്പർ ത്രെഡ് എടുത്തിട്ട് അതിനെ ഈ ഒരു ഡിസൈനിൽ ഞാനൊന്ന് ഫുള്ളൊന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയായിരുന്നു, ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. സോ നിങ്ങൾ കുറച്ചുകൂടി വലിയ ത്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. സോ അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതിനെന്താണെങ്കിലും എന്താ പറയുക, ഒരു ടിൻ ഉണ്ടാക്കുമ്പോൾ വലിയൊരു മൂടി കൂടെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു ബീഡൊക്കെ വെച്ചെടുത്തപ്പോൾ സാധനം നല്ല അടിപൊളി, സ്ട്രെയിറ്റ് ഫ്രം ദി പിൻട്രസ്റ്റ് ശരിക്കും. സോ ഇഷ്ടമാണെങ്കിൽ പറയാം കേട്ടോ.